ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന സഭയെ കുറിച്ചായിരുന്നല്ലോ അല്ലെ. ലാസ്റ്റ് നമ്മൾ ഫിലാദൽഫിയ സഭയെ കുറിച്ച് ചിന്തിച്ചു. കാരണം സഭ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇവിടെ കാണുന്ന സംഘടനകളല്ല സഭ എന്നും അതിനെ സഭ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയുകയില്ല അല്ലെ. ഇപ്പോ ഈ ഓർത്തഡോക്സ് പോലെയുള്ള സംഘടനകളൊക്കെ ഇങ്ങനെ പള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബക്കാരുടെ പള്ളികൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സഭയാണെന്ന് വിചാരിച്ചാണ് അവര് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നോട്ടെ എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ദൈവവചനവുമായോ ദൈവത്തിന്റെ ഹിതവുമായോ യാതൊരു ബന്ധവും അതിനില്ല എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. എന്താണ് ഈ ലവോദിക്കയിലെ സഭയിലെ ദൂതൻ? അപ്പം ലവോദിക്ക എന്നൊരു സഭ അവിടെ ഉണ്ടായിരുന്നു. ലവോദിക്ക എന്ന് പറയുന്ന സഭയുണ്ടായിരുന്നു. ആ സഭ എന്താണ്? വിശ്വസ്തനും സത്യവാനും സാക്ഷിയുമായ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ അല്ലേ. പല തൃത്വക്കാരും വിശ്വസിക്കുന്നു ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്നൊക്കെ പറയുമ്പോ ദൈവം സൃഷ്ടിച്ചവരിൽ ആദ്യൻ എന്ന അർത്ഥം അതിനുണ്ടെന്ന് തൃത്വക്കാർ വിശ്വസിക്കുമായിരിക്കും, അല്ലെങ്കിൽ തൃത്വക്കാർ വിശ്വസിക്കുന്നില്ലായിരിക്കും. അപ്പൊ തൃത്വത്തിൽ ഒരുവനായിരുന്നു എന്നുള്ളതാണ് തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം. അത് അവർക്ക് അങ്ങനെയാണ് അതിനെക്കുറിച്ച് തോന്നുന്നത് അല്ലെ. അപ്പൊ ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ പാപം ചെയ്യാത്തവരിൽ ആദ്യജാതൻ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, കാരണം തൃത്വത്തിലെ രണ്ടാമനല്ല രക്ഷിക്കുവാൻ വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ യഹോവയായ ദൈവം പണ്ടേ തന്നെ പറഞ്ഞിരുന്നുമായിരുന്നു, ഞാനുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്, 3 പേരുണ്ട് എന്ന് യഹോവയായ ദൈവം പഴയ നിയമത്തിൽ തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തിയില്ല. അങ്ങനെ പറയുവാനായിട്ട് യഹോവയായ ദൈവം ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ തൃത്വക്കാരാണ് ഇതിനെ എന്ത് ചെയ്ത് വളച്ചൊടിച്ച് 3 പേരാക്കി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അല്ലേ. യേശു പുത്രനാണെന്ന് പറഞ്ഞപ്പോ അവർ വിചാരിച്ച് രണ്ടാമത്തെ ആളാണ്, രണ്ടാമത്തെ വ്യക്തിയാണ്, മറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. വേറെ ചിലർ വിശ്വസിക്കുന്നു ക്രൂരനായ ഒരു യഹോവയുണ്ട്, ആ യഹോവയ്ക്കാണ് പിതാവായ ദൈവം ഇതെല്ലാം എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില ആൾക്കാരുമുണ്ട്. അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ചില കൂട്ടങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ ഇതെല്ലാം തൃത്വം എങ്ങനെയെങ്കിലും പൊളിയാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ ഒരു ശ്രമം മാത്രമാണ്. നമ്മുടെ കർത്താവ് ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ 3 ദൈവങ്ങളോ 3 വ്യക്തികൾ കൂടുന്ന ദൈവമോ നമുക്കില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വെളിപ്പാട്. ദൈവവചനത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട് എന്ന് പറയുന്നത് തൃത്വം മനസ്സിലാക്കുന്നത് വെളിപ്പാടല്ല. തൃത്വം എന്താണ്? ഒരു മതചിന്തയാണ്, ഒരു അഭിപ്രായമാണ് അല്ലെ. തൃത്വം എന്ന് പറയുന്ന ഒരു അഭിപ്രായം മാത്രമാണ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞു വന്നതാണ് 3 പേരുണ്ട് എന്നുള്ള മാനുഷിക ബുദ്ധിയിൽ ഊരിത്തിരിച്ച ഒരു സംഭവമാണ് ഈ തൃത്വം എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു അല്ലേ. 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, സത്യം, വിശ്വസ്ത, യോഗ്യം എന്നീ അർത്ഥങ്ങളാണ് ഈ പദത്തിനുള്ളത്. അപ്പൊ യെശയ്യാവ് 65:16 പറയുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് എബ്രായ ഭാഷയിൽ അതെന്താണ്? ആമേന്റെ ദൈവം എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അപ്രകാരം സത്യം എന്ന അർത്ഥത്തിലാണ് ആമേൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കൃത്യമായി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആമേൻ എന്നുള്ളത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനുമായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അറിയുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാതെ വണ്ണം അപ്പോസ്തലന്മാരല്ലാതായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടതും. അപ്പൊ അവിടെയും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാ സഭകളിലും ഈ കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യകരമായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയായിരുന്നു ഓരോ സഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 3 ദൈവങ്ങളാണെന്നും 3 വ്യക്തികൾ കൂടിയ ദൈവമാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന കള്ള അപ്പോസ്തലന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ദൈവമേകനേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ, കാരണം 3 ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുകയും 3 വ്യക്തികളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ എന്താണ്? പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അതെന്താണ് അങ്ങനെ? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ ശീതവാൻ. ക്രിസ്തുവിന്റെ സുവിശേഷം തീർത്തും എന്താണ്? നിഷേധിക്കുന്നവനെന്നോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയെങ്കിലും ചെയ്യുന്നവനെന്നോ ഇവിടെ അർത്ഥമാക്കാം. ഉഷ്ണവാൻ എന്ന് അർത്ഥമാക്കുന്നത് സുവിശേഷത്തോടുള്ള സ്നേഹവും ക്രിസ്തുവിന് വേണ്ടിയുള്ള തീഷ്ണതയുമാണ്. അപ്പൊ ക്രിസ്തുവിനെ ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യേശു ക്രിസ്തുവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവൻ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടല്ല, 2-ാമത്തെ വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് പലർക്കും ഇന്ന് പറയുവാനുള്ളത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ ആർക്കും വേണ്ട, അല്ലെ? അവന്റെ നാമത്തിലുള്ള സ്നാനവും ആർക്കും വേണ്ട. അവന് വേറെ സ്നാനമാണ് വേണ്ടത്. 28:19 പൂർണ്ണമാകാത്ത ആ സ്നാനത്തെ മാത്രം മതി അവർക്ക്. പൂർണ്ണമായ സ്നാനം എവിടെയാണ്? അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തി. എന്തിനാണ്? അപ്പോസ്തലരുടെ പ്രവൃത്തി 2:38. അത് വേണ്ട, അത് വേണ്ടാതെയാണ് എന്ത് ചെയ്തേക്കുന്നത്? 3 പേരുടെ നാമത്തിലുള്ള സ്നാനം ഇപ്പോഴെന്ത് ചെയ്യിക്കുന്നത്? ഘോഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വളരെ തെറ്റായ പഠനവും പഠിപ്പീരുമാണ് ഈ കാലങ്ങളിൽ നടന്നു വരുന്നതെന്നുള്ളതാണ് പ്രധാനമായ സത്യം. ശീതവാനെന്നും ഉഷ്ണവാനുമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഉഷ്ണവാനാകിയാൽ ഉഷ്ണവാൻ എന്ന് പറയുമ്പോൾ സുവിശേഷ അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ അധികം ഒന്നും ചെയ്യാത്തവൻ, അതായത് ശക്തിയില്ലാത്ത തരത്തിലുള്ള ഒരു ദൈവഭക്തി. 2 തിമോത്തിയോസ് 3:5. 2 തിമോത്തിയോസ് 3:5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ഭക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പൊ എന്താണ്? ഭക്തി കാണിക്കും. അപ്പോ നമ്മളിപ്പോ ബന്ധുക്കോസുകാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണ്? ഭയങ്കര ഭക്തി കാണിക്കും. കാരണം വെള്ള ഡ്രസ്സ്, മീശ വടിച്ചു, ആഭരണങ്ങളൊക്കെ ഊരി, ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചുള്ള പുറമേ ഉള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? വളരെ അന്ധപരമായ ചിന്തയാണ് അവരുടേത്. അതെല്ലാം എന്താണ്? അന്ധവിശ്വാസങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു, ആഭരണം ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ വിറ്റ് കാശുണ്ടാക്കും എന്ന് പറയുന്ന പാസ്റ്റർമാര് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ആഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാശ് മേടിക്കുക, അതിന്റെ കാശ് മേടിക്കുക, ഞങ്ങൾ അത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താണ്? അപ്പൊ കാശ് മാത്രമേ ലക്ഷ്യമുള്ളൂ, പുറമെ ഞങ്ങൾ ഭക്തരാണെന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കൂട്ടരുടെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സ്ഥാനം എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ പുറമെ ഇതൊക്കെ കാണിക്കും, ഭയങ്കര ഭക്തിയും, കൈ കൊട്ടി ആടുകയും ചാടുകയും ഭയങ്കരമായ ബഹളവും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാട്ടവും ഒക്കെ ചാടി ഒരു തുള്ളലും ഒക്കെ ചാടി കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് എന്താണ്? ഇവർക്ക് സ്വർഗം കിട്ടി എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറയുന്നത്, അല്ലെ? നമ്മള് കോട്ടയത്തോട്ടൊക്കെ ഈ ജനുവരി 1-ാം തീയതി ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ചില ആൾക്കാരിരുന്ന് ഭയങ്കരമായ ചാട്ടവും ഓട്ടവും ഒക്കെയാണ്. കാരണം ആളുകളെ എങ്ങനെയെങ്കിലും പിടിക്കാനായിട്ട്. അവരുടെ വിചാരം എന്താ? ഇത്രയും ആള് കൂടി കഴിഞ്ഞാൽ തന്നെ കർത്താവ് ഇവരെ അനുഗ്രഹിച്ചാണ് ഈ ആൾക്കാരെ തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ചിന്താഗതി. അന്ധപരമായ ചിന്തയാണ് ഇതെല്ലാം. അന്ധമായ ചിന്തകൾ മാത്രമാണ് ഇവയെല്ലാം, അല്ലെ? ക്രിസ്തുവിന് യാതൊരു സ്ഥാനവും അവർ കൊടുക്കുന്നില്ല. എല്ലാം എന്താണ്?
പുറമേ ഉള്ളത് മാത്രമാണ്, അകത്ത് യാതൊരു വിധവുമില്ല. പുറമേ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം എങ്ങനെ എന്റെ പോക്കറ്റിൽ വരുത്താം എന്നുള്ള ചിന്താഗതിയുമായിട്ടാണ് ഇവരുടെ ഈ കപട ഭക്തി പ്രചരണം എന്ന് പറയുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്, ക്രിസ്തീയ ഭക്തി പാടെ ഉപേക്ഷിക്കാൻ എന്താണ് താല്പര്യപ്പെടുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അല്ലെ? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. അല്ലെ? ഇപ്പൊ എന്തിനെ സേവിച്ചുകൊണ്ടിരിക്കുക? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതലും. പണത്തെയാണ് സേവിക്കുന്നത്. പല ശുശ്രൂഷകരെന്ന് പറയുന്നവരെല്ലാം എന്താണ്, ടൈയും കൂട്ടും ഒക്കെ ഇട്ട് ആയിരങ്ങളുടെ മുമ്പിൽ എങ്ങനെ പ്രസംഗിക്കാം, ആയിരങ്ങളുടെ മുമ്പിൽ എങ്ങനെ സ്റ്റേജ് കിട്ടാം, ആയിരങ്ങളുടെ മുമ്പിൽ എങ്ങനെ കൈയടി മേടിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രഭാഷകരുടെ ചിന്തകൾ എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യും? ശബ്ദമൊക്കെ വളരെ സ്ഫുടമാക്കി ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ ഒരുമാതിരി വല്ലാത്ത രീതിയിലൊക്കെ ആക്കി ഭയങ്കര സൗണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഭയങ്കര ആത്മീയനാണ്, അല്ലേ? ഭയങ്കര ആത്മീയനാണ്. ഇതാണ് ഈ പുറമേയുള്ള ചില പ്രകടനങ്ങൾ മാത്രമായി ഇതൊരു ഒതുക്കിക്കളയുന്ന ചില വിശ്വാസങ്ങൾ, ബന്ധുക്കോസ് കൂട്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം ഇതാണ്, അല്ലേ? കാരണം ഇവരെന്ത് ചെയ്യും? എന്നിട്ട് പ്രവചിക്കും. കുറെ പേരെ നോക്കിയിട്ട് പറയും നിന്റെ ജീവിതം മാറാൻ പോകുന്നു. ഭയങ്കര കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ജീവിതം മാറാൻ പോകുന്നു, ഭയങ്കരമായിട്ട് കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്, നിന്റെ ജീവിതം മാറാൻ പോകുന്നു, നിന്റെ രോഗം സൗഖ്യമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും എന്ത് ചെയ്യുന്നു? കാലങ്ങളായി പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അങ്ങനെ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിൽക്കുന്ന എത്ര പേർ സൗഖ്യമായി എന്ന് കണ്ടറിയേണ്ടതായിട്ട് വരും. കാരണം പിന്നീട് അവരെ ഒന്നും ആ സ്റ്റേജിൽ സ്റ്റേജിലല്ല പുറത്തു പോലും പിന്നീട് കണ്ടിട്ടില്ല. അവരൊക്കെ തിരിച്ചു പോയി എന്നുള്ളതാണ് പ്രധാനമായ സത്യം. 2 ആഴ്ച നിന്ന് കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു? ആ സ്റ്റേജ് വിട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റോറിയം വിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മന്ദിരം വിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? ചിലരെന്ത് ചെയ്യും? പരാതി പറയും, അവിടെ പോയിട്ട് എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. ഒന്നുകിൽ പറയും ആ ദൈവദാസന്റെ തെറ്റായ ചില തീരുമാനങ്ങളും തെറ്റായ രീതികളും ഒക്കെ, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റെക്കോർഡ് കിടക്കുന്നത് കണ്ടു. അന്യഭാഷ പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരുവാൻ തുടങ്ങുന്ന ഒരു പാസ്റ്റർ ആണെന്ന് പറയുന്ന ചില ആൾക്കാർ. ഇപ്പൊ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളതെല്ലാം പുറത്തു വരാൻ തുടങ്ങി കഴിഞ്ഞു. നേരത്തെയൊക്കെ ഇവര് നേരത്തെ അന്യഭാഷ സത്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ നടന്നത്, അല്ലെ? നമ്മുടെ ഫിന്നിച്ചായന്റെ എന്താണ് ദഗദഗ എന്ന് പറയുന്ന അന്യഭാഷയൊക്കെ വളരെ ഫേമസ് ആണ്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ എത്രമാത്രം കള്ളത്തരം പറഞ്ഞാണ് ആളുകളെ പറ്റിക്കുന്നത്, അല്ലെ? ദഗദഗ പൊതിച്ചോറെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കള്ളത്തരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാര്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലങ്ങളിൽ ദൈവം ആരോടൊക്കെ സംസാരിക്കുന്നു, അല്ലെ? ദൈവം അബ്രഹാമിനോട് സംസാരിച്ചിട്ടുണ്ട്, മോശയോട് സംസാരിച്ചിട്ടുണ്ട്, പൗലോസ് അപ്പോസ്തലനോട് സംസാരിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ സംസാരിച്ചുവെങ്കിലും ഇവരാരും എന്ത് ചെയ്തില്ല? ഒരു സ്റ്റേജിൽ നിന്നിട്ട് പറഞ്ഞില്ല നിന്റെ ജീവിതം മാറാൻ പോകുന്നു, നീ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? നീ രക്ഷപ്പെടാൻ പോകുന്നതാണോ പറഞ്ഞത്? അവർ സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദൈവരാജ്യത്തിലേക്ക് പോകുവാനുള്ള ശുശ്രൂഷയായിരുന്നു, അല്ലെ? സഹപൗരന്മാരാണെന്നും സ്വർഗത്തിലേക്കുള്ളത് ചിന്തിക്കുവാനും ഒക്കെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അല്ലാതെ ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ സന്തോഷങ്ങളും ആണ് ദൈവം തരാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. കാരണം അതായത് അതിനുള്ള ബുദ്ധിയും ആരോഗ്യമൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം, ജോലിയെടുക്കണം. അല്ലാതെ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ച് നിന്നിട്ട് ഒരു കാര്യവും അതിനകത്ത് യാതൊരു പ്രയോജനങ്ങളും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഔട്ടാണ് അത്.
ചുമ്മാതെ പ്രസംഗിച്ച് ഈ ദൈവദാസൻ ദൈവദാസനല്ല, ഈ പറയുന്ന ഈ വ്യക്തി പണക്കാരനാകുന്നതല്ലാതെ ഈ ദൈവദാസൻ എന്ന് പേരുള്ള ഈ വ്യക്തി പണക്കാരനാകുന്നതല്ലാതെ ഒരു വിശ്വാസി, അവിടെ വരുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി എന്തെങ്കിലും ആകുന്നുണ്ടോ, ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ കുറിച്ച് എരിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ എരിവിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാമത്തെ വാക്യത്തിൽ പറയാം, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അപ്പൊ കർത്താവിന്റെ വേലയിൽ, അല്ലാതെ ഈ ലോകത്തിന്റെ വേലയിൽ ഒരാളെ പണക്കാരനാക്കാം എന്ന് പറയുന്ന സുവിശേഷമല്ല, അല്ലെ? സൈക്കിളെ വന്നിട്ട് ബൈക്കിൽ വിടാം, അല്ലെങ്കിൽ കാറിൽ വിടാം എന്ന് പറയുന്നതല്ല സുവിശേഷം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ സുവിശേഷ വേലയിൽ, അതായത് അവന്റെ രാജ്യത്തേക്ക് പോകുവാൻ എത്ര പേരെ നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവന്റെ രാജ്യത്ത് ഇന്ന് നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ രാജ്യത്ത് നിങ്ങൾ എത്തുമോ? ദൈവത്തിന്റെ രാജ്യത്തിൽ ഭാഗമാണോ, അതോ നരകത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനമായ കാര്യം, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു ഇങ്ങനെ ഓരോരുത്തരുടെ പുറകെ പോകുന്നവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണത്, വളരെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്, അല്ലേ? അപ്പോ പല ആളുകളെയും എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവദാസൻ എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാര്. കാരണം എങ്ങനെയെങ്കിലും ജനത്തെ ചൂഷണം ചെയ്യുക, ജനത്തെ പിഴിയുക, അല്ലെങ്കിൽ പിഴിഞ്ഞ് അവരുള്ളതെല്ലാം കവർന്നെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്കിന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിപരീതമാണ്. ദൈവത്തെ കുറിച്ചുള്ള എരിവിനാൽ എന്തെന്ന് കളങ്കപ്പെട്ടവരെ ക്രിസ്തുവിനെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്താണ്? അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, അല്ലെ? ഈ ലോകത്തിനെ കുറിച്ചുള്ള എരിവല്ല, ഈ ലോകത്തിൽ എന്തെല്ലാം നേടും എന്നതിനെ കുറിച്ചുള്ള എരിവല്ല, അവന്റെ രാജ്യത്തേക്ക് പോകുവാനുള്ള എരിവുള്ളവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, എരിവെന്നെ തിന്നു കളഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ഈ കർത്താവിനെ കുറിച്ചുള്ള എരിവ് വേണം, അവന്റെ രാജ്യത്തെ കുറിച്ചുള്ള എരിവ് വേണം നമുക്ക്. അല്ലാതെ തോന്നുന്നത് പോലെ ജീവിക്കുവാനല്ല. ഭക്തികെട്ട ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ ഭക്തിയുടെ മാർഗം കാണിച്ചുകൊണ്ട് വെള്ള ഡ്രസ്സും ആഭരണം ഇടാതെയുള്ള ജീവിതവും നയിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുന്നു? പുറമേ ഉള്ളതല്ല നോക്കുന്നത്, അല്ലേ? അവൻ അകമേ ഉള്ളത് നോക്കുന്നവനാണ്. നിന്റെ ഹൃദയം ശരിയാണോ എന്നാണ് അവൻ നോക്കുന്നത്. നിന്റെ ഹൃദയം ശരിയാണോ, നിന്റെ പ്രവൃത്തി ശരിയാണോ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. പുറമേ ഉള്ള ഒരു കാര്യങ്ങളും അവന് വേണ്ട എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞാൽ. പുറത്ത് നീ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് അറിയാമെന്നുള്ളതാണ്. നീ എത്ര കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന് അറിയാം എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നവുമായി കിടക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ഇയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. അതെന്താണ് ഉമിണ്ണ് കളയുക, അല്ലെ? ഉമിണ്ണ് കളയുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക. കഴിഞ്ഞ എല്ലാ സഭകളോടും പറഞ്ഞ ഒരു കാര്യം എന്താണ്? വാണിംഗ് എന്താണ്? മാനസാന്തരപ്പെടണം. മാനസാന്തരമില്ലാതെ ഒരു ജീവിതവുമില്ല. കാരണം നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ആ മാനസാന്തരപ്പെടണം. നീ എവിടെ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു അവിടെ നിന്ന്
നിന്ന് നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് ഉമ്മണ് കളയപ്പെട്ട സഭയ്ക്ക് ഒന്നും സംഭവിക്കാതെ കൊണ്ട് മുമ്പത്തേക്കാൾ അധികമായോ അല്ലെങ്കിൽ കുറവായോ കാര്യങ്ങൾ തുടരുവാൻ തീർച്ചയായും സാധിക്കും. അപ്പൊ വായിൽ നിന്ന് ഉമ്മണ് കളയും എന്ന് പറഞ്ഞാൽ അവനുള്ളതെല്ലാം എടുത്തു കളയും. ദൈവം ഇത്രയും നാൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർത്ത് ആ സഭയെ എടുത്തു കളയപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഉമ്മണ് കളയും എന്ന് പറഞ്ഞാൽ എടുത്തു കളയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സഭയുടെ ആ ഒരു ലൈനിൽ വരുന്ന ഒരു സഭയാണ് ഈ പറയുന്ന ലവോദിക്ക സഭ. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉമ്മണ് കളയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ധനവാൻ അല്ലെ, നീ ധനവാൻ. അപ്പൊ അത്തരം വിശ്വാസികളെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട്, അവർക്ക് തന്നെ അവരെ കുറിച്ചുള്ള ചിന്തയും തമ്മിൽ എന്തൊരു വൈരുദ്ധ്യം. അവരുടെ അവസ്ഥ അവന് വെറുപ്പായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അഭിമാനത്തിന്റെയും സംതൃപ്തിയുടെ ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്താണ് അവിടെ? എന്താണ്? ഞാൻ ധനവാൻ സമ്പന്നരായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല അല്ലെ, എനിക്കൊന്നിനും മുട്ടില്ല. ഹോശേയയുടെ പുസ്തകം എന്താണ് ഈ മുട്ടില്ലാത്ത ഒരു കാര്യം? ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ എഫ്രൈം ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തിയില്ല എന്നിങ്ങനെ പറയുന്നു. എഫ്രൈം പറയുകയാണ്, ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തിയില്ല എന്നിങ്ങനെ പറയുന്നു. അല്ലേ? ബെന്തിക്കോസുകാരുടെ ഒരു ചിന്താഗതി ഇതാണ്. ബെന്തിക്കോസുകാർ പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ്? ഞങ്ങളെല്ലാം തികഞ്ഞു, കാരണം ഞങ്ങള് ആഭരണം ഇടുന്നില്ല, വെള്ള ഡ്രസ്സ് ധരിക്കുന്നു, ആഭരണം ഇടാത്തവരായതുകൊണ്ട് ഞങ്ങളെല്ലാം പൂർണ്ണരാണ്, ഞങ്ങൾ തികഞ്ഞവരാണ് എന്നൊരു ചിന്ത അവർക്ക് ഓൾറെഡി വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ മുമ്പിൽ അകൃത്യം ഒന്നുമില്ല, ഞങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ എന്ത് ചെയ്തു? വന്നുകൊണ്ടിരിക്കുന്നു, ബെന്തിക്കോസുകാരുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ സമ്പന്നനായി തീർന്നു. അപ്പൊ ഈ സമ്പന്നത നോക്കിയാണ്, കാരണം എനിക്ക് പണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ പണക്കാരനാണ്. അബ്രഹാമിനെല്ലാം കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇന്നത്തെ വിശ്വാസികളെ ഈ ദൈവദാസന്മാരെന്ന് പറയുന്ന പറഞ്ഞു പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്താണ്? നീ സമ്പന്നനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. വളരെ തെറ്റായ പഠിപ്പീരാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഓട്ടോമാറ്റിക്കലി എല്ലാം തരുന്നവനാണ്. ഈ പറയുന്ന ഈ ദൈവദാസൻ എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞിട്ട് വേണോ ഇവര് സമ്പന്നരാകാൻ? അവർക്ക് ഓരോരുത്തർക്കും ദൈവം അതിനുള്ള ബുദ്ധിയും വൈഭവവും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. സമ്പാദിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്താണ്, ഈ ദൈവദാസൻ എന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നു? ഇവരെ പറ്റിക്കുന്നു. കാരണം നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങൾ ധനവാന്മാരാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് കൊണ്ടുതരാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എഴുതിക്കുക. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരെ പോലെയോ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. പരീശൻ എന്താ പറഞ്ഞത്? നിന്നുകൊണ്ട് തന്നോട് തന്നെ ഒരു, ദൈവമേ, ഞാൻ പിടിച്ചു പറിച്ചുകാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരീശൻ നിന്നുകൊണ്ട് എന്താണ് പറയുന്നത്? അപ്പോ അതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ.
പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരെ പോലെയോ ഞാനല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. 13-ാമത്തെ വാക്യം, ചുങ്കക്കാരന് ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അല്ലേ? അപ്പോ ഞങ്ങൾ ബന്ധുക്കോസ്തുകാർ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരാണ്. വിശുദ്ധിയും വേർപാടും. അങ്ങനെയാണോ ഇവിടെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന? കേട്ടോ, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാൻ നീതി കെട്ടവർ, വ്യഭിചാരി മുതലായ ശേഷം മനുഷ്യരെ പോലെയും ചുങ്കക്കാരെ പോലെയും ഞാൻ അല്ലായിരിക്കാൻ നിന്നെ വാഴ്ത്തുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപദേശിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലേ? അപ്പോ ചിലരെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാനിങ്ങനെ വിശുദ്ധി ജീവിക്കുന്ന ആളാണ്, വിശുദ്ധിയും വേർപാടും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ആളാണ്. അല്ലെ? ബന്ധുക്കോസ്തുകാരോട് ആദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വിശുദ്ധിയും വേർപാടും ഒക്കെ ഉള്ളവരാണ്, ആചരിക്കുന്നവരാണ്. വളരെ തെറ്റായ ഒരു പ്രസ്താവനയല്ലേ? അപ്പൊ മറ്റുള്ളവരൊന്നും അങ്ങനെ ജീവിക്കുന്നവരല്ല. ഞങ്ങള് മാത്രം ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുകയല്ലേ പറയുന്നവരെ? അവർ കളിയാക്കുകയല്ലേ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്ന് പാപിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്. ഇന്ന് വിശ്വാസികൾക്കിടയിൽ ഇല്ലാത്ത ഒരു സ്വഭാവം, ഗുണമെന്ന് പറയുന്ന അതാണ്. പാപങ്ങൾ ഏറ്റു പറയുകയില്ല. ഞങ്ങൾ എന്താണ്, ബെന്തിക്കോസിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, 3 വ്യക്തികളുടെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നൊരു ചിന്ത അവര് ഭരിച്ചുപോയി. അതുകൊണ്ടാണ് അവര് വെള്ള ഡ്രസ്സും ആഭരണം ധരിക്കാതെയുള്ള ആ ഒരു യാത്ര. കാരണം അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഈ ചുങ്കക്കാരനെ പോലെ മനം തിരിയുന്നില്ലെങ്കിൽ ഒരു ബന്ധുക്കോസുകാരനും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം. ആരാണെങ്കിലും ബന്ധുക്കോസുകാരാണെന്ന് പറഞ്ഞാലും ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞാലും പോവുകയില്ല എന്നുള്ള കാര്യം, ദൈവത്തിന്റെ രാജ്യത്തേക്ക് എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. അല്ലേ? അപ്പൊ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇപ്പൊ ബന്ധുക്കോസുകാര് മാസത്തിൽ അവസാനവും ആഴ്ച 2 വട്ടവും ഒക്കെ ഉപവാസമൊക്കെ എടുക്കും. എന്ത് പ്രയോജനം? കാരണം ഈ ചുങ്കക്കാരനെ പോലെ തിരിഞ്ഞു വന്നില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യേണ്ടി വരും? ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടത്, നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളാമായിരുന്നു. വളരെ ശ്രദ്ധിക്കണം. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടത്, നിങ്ങളും വാണുവെങ്കിൽ കൊള്ളാമായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി. അല്ലെ? ഇവിടെ പ്രസംഗിക്കുന്നത്, ഈ വാക്യം എടുത്ത് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെന്ന് പറയുന്നവർ എന്ത് ചെയ്യും? ഈ വാക്യമൊക്കെ എടുത്തിട്ട് നിങ്ങൾ സമ്പന്നന്മാരായി പോവുകയാണ്, ഞങ്ങളാണ് ഇവിടെ പറയുന്ന മൊത്തം എന്ന് പറയും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നേരെ തിരിച്ച് അവര് നിങ്ങളുടെ പണമെല്ലാം എടുത്ത് അവര് പണക്കാരായി കഴിഞ്ഞിട്ട് അവര് പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ കാണത്തില്ല. അവരവരുടെ കാര്യം നോക്കി അവരെ ഉന്നതങ്ങളിലേക്ക് അവരങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ വളരെ കേൾവിയോടെ പറയുകയാണ്, വളരെ ശ്രദ്ധിക്കണം, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നമായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങളും വാണുവെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ കാര്യം നോക്കുന്നില്ല, താൻ സുവിശേഷം അറിയിച്ചവർ രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് തന്റെ ഫോക്കസിങ്.
അല്ലെ? ഇന്നത്തെ ദേവദാസന്മാരുടെ ലക്ഷ്യം എന്താ? അവരോട് അങ്ങനെ പറഞ്ഞു വെച്ച് അവര് പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് പറഞ്ഞിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ബുദ്ധി. അപ്പൊ ഇവരുടെ ഇടയിൽ പോകുന്നവർ എന്ത് ചെയ്യുന്നില്ല? ബൈബിള് വായിക്കുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ കയ്യിലുണ്ട്, എങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഇവർ പുസ്തകം ഒന്നും വായിക്കുന്നില്ല. ഇവരുടെ അടുക്കൽ ചെന്നിട്ട് ഇവർ 2 വാക്യം അങ്ങോട്ട് എടുത്തിട്ടും അതെന്താണ് മോട്ടിവേഷൻ തിയറി പോലെ, മോട്ടിവേഷണൽ ക്ലാസ് പോലെ ഇതൊക്കെ കേൾക്കും. ബൈബിളൊന്നും വായിക്കാറൊന്നുമില്ല. ഇതെവിടെയാണ് ഇങ്ങനെ വചനം ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കുവാനായിട്ട് ഇവർക്കുള്ള സമയമില്ല. ഇതെന്താണ് മനസ്സിലാക്കുവാനായിട്ടുള്ള യാതൊരു സമയമില്ല. ഈ പറയുന്നത് കേട്ടിട്ട് അവരുടെ കാശുണ്ടാക്കി വെച്ച് പോകും. അവര് പറഞ്ഞ് കാശുണ്ടാക്കി വെച്ച് പോകും. പക്ഷെ ബുദ്ധി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ബുദ്ധി കാലാകാലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പൊ എന്താണ്? നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. അപ്പൊ എന്താണ് ഈ വെള്ളയുടുപ്പ് എന്ന് പറയുമ്പോൾ? ബന്ധുക്കൂസുകാർ വെള്ള ഷർട്ട് ഇടുന്ന കാര്യമാണ് പല ആളുകളും വലിയ മേന്മയോടെ പറയുന്നത് കേൾക്കാം. അപ്പൊ എന്താണ് ഈ പൊന്നെന്ന് പറയുന്ന സംഭവം? ആത്മീയ വളരെ വിലപ്പെട്ട എന്തോ ചില സത്യം, ദൈവിക സമ്പത്ത്, ഇതിനെയൊക്കെയാണ് പൊന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? പൊന്നെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ലോകത്തെ സംഭവമാണ്, അല്ലെ? പൊന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വെള്ള ഉടുപ്പെന്ന് പറയുമ്പോൾ എന്താണ്? നീതി എന്നാണ് അർത്ഥം. വെള്ള ഉടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ധരിക്കുക, നീതി ധരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വെള്ള ഉടുപ്പ് എടുത്തിടുമെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബന്ധുക്കോസുകാർ തെറ്റായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം അതിന്റെ 10 വാക്യം. 10 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഇത് നമ്മൾ സ്വയം ഇടുന്നതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ബന്ധുക്കോസുകാർ വിചാരിക്കുന്ന വെള്ള ഡ്രസ്സെല്ലാം ഇട്ട് ഞങ്ങൾ സ്വയമായിട്ട് അങ്ങ് സ്വയനീതി അങ്ങ് ചെയ്താൽ അങ്ങ് ശരിയാവുമെന്ന്. ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് കർത്താവാണ് നമുക്ക് നീതിയുടെ വസ്ത്രം തരുന്നത്. നീതിയുടെ അങ്കി നമ്മളെ ഉടുപ്പിക്കുന്ന ആരാണ്? കർത്താവാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. നിന്നെ കൊണ്ട് സ്വയം അത് ഇടാൻ പറ്റുകയില്ല. കർത്താവ് ഇടിക്കാതെ സ്വയമായിട്ട് അങ്ങ് ഇടാമെന്ന് ഏതെങ്കിലും പെന്തിക്കോസുകാര്, ഏതെങ്കിലും വിശ്വാസിയോ ചിന്തിക്കുന്നെങ്കിൽ അത് പോഷ്കാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും. ലേപം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആത്മീയ അന്ധതയ്ക്കുള്ള ക്രിസ്തുവിന്റെ പരിഹാര മാർഗം, ആത്മീയ വിവേകം നൽകുവാനുള്ള ക്രിസ്തുവിന്റെ അധികാരം. ഇതൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വേറൊരുത്തനിൽ നിന്നും നിങ്ങൾക്കിതൊന്നും ലഭിക്കുകയില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രക്ഷാവസ്ത്രം, നീതി എന്ന അങ്കി, ഇതെല്ലാം എന്ത് ചെയ്യണം?
കർത്താവ് നിങ്ങളെ ഉടുപ്പിക്കാതെ ചുമ്മാതെ കയറി പുറമേ ഞങ്ങൾ അതാണെന്ന് കാണിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ, അപ്പം ലേപം എന്ത് ചെയ്യണം? വിലയ്ക്ക് വാങ്ങണം. അതായത് ശരിയായ ആത്മീയ ജീവിതത്തിൽ സന്തോഷപ്രദമായ നിത്യതയ്ക്ക് ആവശ്യമായ ലഭിക്കുന്ന ഒരു ഉറവിടം ക്രിസ്തു ഒരുവൻ മാത്രമാണ്. മറ്റെവിടെ നിന്നെങ്കിലും അത് വാങ്ങുവാൻ ശ്രമിക്കുന്നത് എന്താണ്? വ്യർത്ഥമാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ എവിടുന്നേലും ഒക്കെ കിട്ടും എന്നുള്ള കാര്യം, അല്ലെ? പല ദൈവദാസന്മാര് തലയ്ക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോസ്തലനായ പത്രോസ് എന്താണ് പറഞ്ഞത്? ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്ന ദാനം കിട്ടും, അല്ലേ? എല്ലാവരും അവരുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനം, അതാണ് അവിടെ എഴുതിയിരിക്കുന്ന ലേപം. അല്ലെങ്കിൽ അത് വാങ്ങുവാൻ പറഞ്ഞിരിക്കുകയാണ്. ബുദ്ധി, ഞാൻ നിന്നോട് ബുദ്ധി പറയുകയാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ബുദ്ധി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടുക, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള ബുദ്ധി അവിടെ ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് അങ്ങനെയാണ്. എനിക്ക് പ്രിയമുള്ളവരെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. അവരുടെ ശീതോഷ്ണ അവസ്ഥ ക്രിസ്തുവിന് വെറുപ്പായിരുന്നുവെങ്കിൽ അതിനെന്താണ്? അവരോടുള്ള തന്റെ ഹൃദയത്തിലെ സ്നേഹത്തിന് മാറ്റമൊന്നുമില്ല. വളരെ ചിന്തിക്കേണ്ടതാണ്. അവര് ശീതോഷ്ണമാരാണ്. അവിടെയും ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ വെള്ള ഡ്രസ്സ് ധരിക്കുന്നവരാണ്, ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ ബുദ്ധി ഇതുവരെ വന്നിട്ടില്ല. കാരണം അതുകൊണ്ട് പുറമേ ഉള്ളത് കാണിച്ചുകൊണ്ട് ബന്ധുക്കോസുകാരെ പോലെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പുറമേ ഉള്ളതൊക്കെ കാണിച്ച് ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് കാണിക്കുന്ന ഒരു എന്താണ് ഒരു ഇത് മാത്രമേ ആ സഭയ്ക്കുള്ളൂ. ഏത് സഭയ്ക്ക്? ലവോദിക്കയിലെ സഭയ്ക്ക്. അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്തത്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി പഠിപ്പാൻ പറയുകയാണ്. വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. അല്ലേ? കർത്താവ് ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ എന്ത് ചെയ്യും? ശാസിക്കും, ശിക്ഷിക്കും. അതവൻ സ്നേഹമുള്ളത് കൊണ്ടാണല്ലേ ശിക്ഷിക്കുന്നു. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ എന്താണ് ഈ ശിക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, എബ്രായർ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. 6-ാമത്തെ വാക്യത്തിന്, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടെ ആയിരിക്കുന്നു. എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗടല്യന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജഡസംബന്ധ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആത്മാവ്, അല്ലെ? ആത്മാക്കളുടെ പിതാവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യണം? വണങ്ങി ജീവിക്കണം. അവർ ശിക്ഷിച്ചത് കുറെ കാലം തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 11:32 വായിക്കുന്നു,
1 കൊരിന്ത്യർ 11:32. 1 കൊരിന്ത്യർ 11:32. 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിധിക്കപ്പെടുന്നുവെങ്കിലും നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കേണ്ടതാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ലോകത്തോടു കൂടി എന്ത് ചെയ്യണം? നമ്മൾ ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ട കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലശിക്ഷ കഴിക്കും. അപ്പൊ ബാലശിക്ഷ ലഭിക്കുവാനായി തയ്യാറായിരിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ലോകത്തിന്റെ കൂടെ, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ദൈവജനമല്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് കർത്താവ് ഇടയ്ക്ക് നമുക്ക് ഓരോ എന്ത് ചെയ്യും? ബാലശിക്ഷകൾ നമുക്ക് തരും. അതിലെന്ത് ചെയ്യരുത്? നമ്മൾ മടുത്തു പോകരുതെന്നാണ് പറയുന്നത്. അപ്പം മടുത്തു പോകാത്തവരായി ജീവിക്കുവാൻ എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കണം, മാനസാന്തരപ്പെടണം. അപ്പൊ എല്ലാ സഭകളോടും പറഞ്ഞ എന്താണ്? മാനസാന്തരപ്പെടണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ. ഇതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം എല്ലാവരും ചിന്തിക്കും 2 സിംഹാസനമുണ്ട് എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. അവൻ നമുക്കൊരു മാതൃക തന്നതാണ് അവിടെ പറയുന്നത്, അല്ലേ? അവൻ നമുക്കൊരു മാതൃക കാണിച്ചു. കാരണം നമ്മളെയും ഇരുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുപോലെ ഇരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ജയിക്കുന്നവരായിരിക്കണം, അല്ലേ? കാരണം ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ അത്താഴം കഴിക്കൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ജയിക്കുന്നവൻ ഞാൻ എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകൂ എന്ന് പറഞ്ഞു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ദിവസങ്ങളിൽ ദൈവജനം വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കപടഭക്തി കൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്കില്ല, ഇനിയൊട്ടൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.